ഒരു പുതിയ സിനിമയുടെ വെറും പ്രൊമോഷൻ ടാക്ടിക്സോ അതോ ആ ഉൾവിളിയിൽ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ? സംവിധായകനായ വിനയൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. സുകുമാരി അമ്മയുടെ മരണം ആത്മഹത്യ തന്നെയാണോ എന്നുള്ളൊരു സംശയമാണ് ഇവിടെ വിനയൻ ഉന്നയിക്കുന്നത്. നമുക്കറിയാം 2013 മാർച്ച് മാസത്തിലാണ് സുകുമാരി അമ്മ മരണപ്പെടുന്നത്. അത് പെട്ടെന്നുണ്ടായ ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. കാരണം പൂജാമുറിയിൽ നിന്ന് സുകുമാരി അമ്മയ്ക്ക് പൊള്ളലേൽക്കുന്നു. 35% പൊള്ളലേറ്റതിന് ശേഷം ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ ചികിത്സയിൽ തുടരുന്നതിനിടയിലാണ് പെട്ടെന്നൊരു ഹൃദയാഘാതം സംഭവിക്കുകയും സുകുമാരി അമ്മ 1 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം മരണപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായത്. ഇത് മലയാളികൾക്ക് നല്ലോണം അറിയാവുന്ന കാര്യമാണ്. അന്ന് മുതൽ തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കണമെന്നും ഇത് സുകുമാരി അമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണോ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചിലർ ഉന്നയിച്ചിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഇത്രയും സ്ട്രോങ് അല്ല എന്നതും കൂടി ഓർക്കുക. അന്ന് പല രീതിയിലുമുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് അതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുമുള്ള ചർച്ചകളൊന്നും ഉണ്ടായില്ല. പിന്നീട് സോഷ്യൽ മീഡിയ സ്ട്രോങ് ആയി മറ്റ് പല സെലിബ്രിറ്റീസിൻ്റെയും മരണ വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേട്ടു. പക്ഷേ ഇവിടെ വിനയൻ ഇപ്പോൾ സുകുമാരി അമ്മയുടെ മരണം ഓർത്തെടുക്കുകയാണ്. ആ സമയത്ത് ഉന്നയിക്കുന്ന ചോദ്യമാണ്, ഒരു ആത്മഹത്യയാണോ എന്നുള്ളതാണ് ആ ചോദ്യം. ഇത് പെട്ടെന്ന് ഓർക്കാൻ എന്താ കാരണം എന്ന് വെച്ചാൽ ആകാശഗംഗ എന്ന കഥാപാത്രം തൻ്റെ പുതിയ ഫാൻറ്റസി ചിത്രത്തിൽ വരുന്നു എന്നാണ് വിനയൻ പറയുന്നത്. ആ സമയത്താണ് സുകുമാരി അമ്മയെ ഓർത്തെടുക്കുന്നത്. എന്തുകൊണ്ട് ഓർത്തെടുക്കുന്നു? ആകാശഗംഗ എന്ന സിനിമയിലെ നായികയായ മയൂരിയെ വിനയനെ പരിചയപ്പെടുത്തി കൊടുത്തത് സുകുമാരി അമ്മയാണ്. മയൂരിയും ഇതുപോലെ 23ാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്ത നടിയാണ്. അത് കാരണം ഇപ്പോഴും വ്യക്തമല്ല. മയൂരി ആത്മഹത്യ ചെയ്തതുപോലെ തന്നെ മയൂരിയെ തൻ്റെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത സുകുമാരി അമ്മയും ഇതുപോലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണോ എന്നുള്ളതാണ് വിനയൻ്റെ ചോദ്യം. വിനയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് നമുക്ക് നേരിട്ടിറങ്ങാം. ഒരു ഓർമ്മ ചിത്രം. 1998 ആകാശഗംഗയുടെ ഷൂട്ടിംഗ് തുടങ്ങി 8ാം ദിവസമാണ് ഗംഗ എന്ന കഥാപാത്രത്തിന് അനുയോജ്യയായ നടിയെ കണ്ടെത്തുന്നത്. അന്ന് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നവരും പുതുമുഖങ്ങളായി വന്ന 4-5 പേർക്ക് ശേഷമാണ് മയൂരി എന്ന നടിയിലേക്ക് എത്തുന്നത്. യക്ഷിയുടെ കണ്ണുകളും ചിരിയും കഥാപാത്രത്തിന് ഒരു പ്രധാന ഘടകമായിരുന്നു. ആരും ശരിയാകാതെ വന്ന് ഷൂട്ടിംഗ് തന്നെ നിർത്തിവെക്കുമെന്ന ഘട്ടത്തിൽ സുകുമാരി ചേച്ചിയാണ് ചെന്നൈയിൽ ഇങ്ങനെയൊരു കുട്ടിയുണ്ടെന്നും അഭിനയിപ്പിച്ച് നോക്കാമെന്ന് പറഞ്ഞ് മയൂരിയെ വിളിച്ചു വരുത്തുന്നത്. എൻ്റെ ഇൻഡിപെൻഡൻസ് എന്ന സിനിമയുടെ സമയത്തും രാക്ഷസ രാജാവിലുമൊക്കെ ചില നിർണായക സമയങ്ങളിൽ സുകുമാരി ചേച്ചി ഇതുപോലെ സഹായിച്ചിട്ടുണ്ട്. ചേച്ചി സെറ്റിലുണ്ടെങ്കിൽ അതൊരു എനർജിയാണ്. ഗംഗയുടെ വേഷം മയൂരി അസലായി അഭിനയിച്ചു. അതിനുശേഷം കുറേ മലയാള ചിത്രങ്ങളിൽ കന്നഡക്കാരിയായ മയൂരി അഭിനയിച്ചിരുന്നു. പക്ഷേ 2005 23ാം വയസ്സിൽ അവർ സ്വയം ജീവനൊടുക്കി എന്നത് ഞെട്ടലോടെയാണ് കേട്ടത്. വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. സുകുമാരി ചേച്ചിയുടെ അന്ത്യവും എനിക്ക് അവിശ്വസനീയമായിരുന്നു. എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്ന ചേച്ചി ജീവിതാവസാന കാലത്ത് വളരെ ഏറെ ദുഃഖിതയായിരുന്നു. പൂജാമുറിയിൽ വെച്ച് വസ്ത്രത്തിന് തീപിടിച്ച് മരിച്ചു എന്ന വാർത്ത ശരിയാണോ? എനിക്കറിയില്ല. അതോ ചേച്ചിയും എന്തെങ്കിലും തീരുമാനിച്ചിരുന്നുവോ? പുതുതായി തുടങ്ങിയ ഫാൻറ്റസി ചിത്രത്തിൽ ആകാശഗംഗ വരുന്നുണ്ട്. ആ കഥാപാത്രത്തിനായി തിരയുകയാണ്. അവിടെയാണ് പഴയ ഗംഗയും അവരെ പരിചയപ്പെടുത്തിയ വ്യക്തിയെയും ഓർത്തുപോയത്. അപ്പോൾ പുതിയ സിനിമയിൽ ആകാശഗംഗ എന്ന കഥാപാത്രത്തിലെ നടിയെ തിരയുന്നതിനിടയിലാണ് ഇവിടെ ഇപ്പോൾ വിനയൻ സുകുമാരി അമ്മയുടെ മരണത്തെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നത്. രണ്ട് തരത്തിലാണ് സോഷ്യൽ മീഡിയയുടെ മാറുന്നത്. ഒന്ന്, ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്. വിനയൻ്റെ പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആളുകളുടെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് 13 വർഷം മുമ്പ് മരണപ്പെട്ട സുകുമാരി അമ്മയുടെ മരണം അത് വിറ്റ് കാശാക്കണോ അല്ലെങ്കിൽ അത് വിറ്റ് പ്രൊമോട്ട് ചെയ്യണോ എന്നുള്ള ചോദ്യം വളരെ രീതിയിൽ വിനയന് നേരെ ഉയരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മറുവാദവും കേട്ടോ. മറുവിഭാഗം ആളുകൾ പറയുന്നത്, ഇപ്പോൾ വിനയൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലോ, അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാതെ ഇരിക്കാൻ കഴിയുമോ, ആ മരണം എന്തുകൊണ്ട് അന്വേഷിച്ചിരുന്നില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ഇവിടെ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വിനയൻ എങ്ങനെയാണ് സുകുമാരി അമ്മയുടെ മരണം ഓർത്തെടുക്കുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിപ്പോൾ സംസാരിക്കുന്നു എന്നുള്ള വ്യക്തമായ ധാരണ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത് സിനിമയുടെ പബ്ലിസിറ്റി സ്റ്റാൻഡിന് വേണ്ടി മാത്രം ഉപയോഗിച്ചൊരു ഫാക്ടറാണോ എന്നുള്ളൊരു ചോദ്യങ്ങളും അവിടെ നിൽക്കുകയാണ്. വിനയൻ്റെ ആദ്യത്തെ സിനിമയിലൊന്നുമല്ല സുകുമാരി അമ്മ അഭിനയിക്കുന്നത്. ഇരുവരും ഒരുമിച്ച് ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒരു ആത്മബന്ധത്തിലും കൂടി ആയിരിക്കാം വിനയൻ ഈ ചോദ്യങ്ങൾ എന്തായാലും ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലും മറ്റു മാധ്യമങ്ങളിലുമൊക്കെ തന്നെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഈ വിഷയം ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.